നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD CJ റോയിയുടേതുൾപ്പെടെ ആത്മഹത്യകളുടെ വാർത്തകൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ മാനസികാരോഗ്യം കുറഞ്ഞ് തീരെ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ആത്മഹത്യ. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത ഏതെങ്കിലും മാനസിക രോഗാവസ്ഥകൾ മൂലവും ഇത് സംഭവിക്കാം. എങ്ങനെയാണ് നമ്മുടെ മാനസികാരോഗ്യം കുറഞ്ഞോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ മനസ്സ് രണ്ട് മോഡുകൾ എടുക്കാം: ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. ഒരു പ്രശ്നത്തെ നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ അത് പരിഹരിക്കാൻ നോക്കുന്നതിനെയാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. പ്രശ്നവുമായി ഒരു യുദ്ധം. ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ അതിൽ നിന്നും പറന്നു മാറി നിൽക്കാം. ഇതിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പ്രശ്നത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ച് അത് മറക്കാൻ ലഹരി ഉപയോഗം, നാട് വിട്ടുപോകൽ, ബന്ധങ്ങളിലാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, പരീക്ഷാ പേടി കൂടി പരീക്ഷ എഴുതാതിരിക്കുക, ടീച്ചർ ചോദ്യം ചോദിക്കുമെന്ന് ഭയന്ന് ക്ലാസ്സിൽ പോകാതിരിക്കുക. ഇതിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് ജീവിതത്തിൽ നിന്ന് തന്നെ പറന്നകലുന്ന ആത്മഹത്യ. നമുക്ക് ഒരു പ്രശ്നത്തെ നേരിടാനാകുന്നില്ലെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം അത്ര നല്ലതല്ലെന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് നമ്മുടെ ദിനചര്യകൾ താളം തെറ്റുന്നതാണ്. അമിതമായ ഉറക്കം ഒട്ടുമില്ലാത്ത അവസ്ഥ, ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുക, ഇല്ലെങ്കിൽ ഒട്ടും കഴിക്കാതിരിക്കുക, പ്രാഥമിക ആവശ്യങ്ങൾ നടത്താതിരിക്കുക, ജോലി ചെയ്യാനുള്ള മടി, ദാമ്പത്യ ബന്ധത്തിൽ താല്പര്യമില്ലായ്മ തുടങ്ങിയവയെല്ലാം മാനസികാരോഗ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. മാനസികാരോഗ്യം കുറഞ്ഞ് മാനസിക രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നവരുമുണ്ട്. നിർത്താതെ സംസാരിക്കുക, അമിതമായ ആഹ്ലാദ പ്രകടനങ്ങൾ, കാരണമില്ലാത്ത സങ്കടം, കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഓർത്തുള്ള അകാരണമായ കുറ്റബോധം, നാളെ എന്ത് ചെയ്യുമെന്നോർത്തുള്ള അമിതമായ ആശങ്ക, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന തോന്നൽ, ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യം കുറയുകയും നമ്മുടെ മാനസിക നില തകരുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ അവസാനം വരുന്നതാണ് ഡെല്യൂഷനും ഹാലൂസിനേഷനും. ഡെല്യൂഷൻ എന്നാൽ ഒന്നിനെ മറ്റൊന്നായി കാണുക. മുറിയിലെ കർട്ടൻ കണ്ട് അത് ആരോ ആണെന്ന് വിചാരിക്കുക, രാത്രിയിൽ വാഴയുടെ ഇല ഇണങ്ങുന്നത് കണ്ട് അത് ആരോ ആണെന്ന് പറയുക. ഇതൊക്കെ ഡെല്യൂഷനിൽ പെടുന്നതാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്നതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. എന്തോ ശബ്ദം കേൾക്കുക, തന്നെ ആരോ പിന്തുടരുന്നു എന്ന തോന്നൽ, ഇതെല്ലാം ഹാലൂസിനേഷനിൽ പെടുന്നതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവിക്കുന്നവർ ഉടൻ തന്നെ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ അഥവാ സൈക്കോളജിസ്റ്റിനെ കാണണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധൻ അഥവാ സൈക്കാട്രിസ്റ്റിനെയോ കാണാം. ഇതിന് മടി വിചാരിക്കരുത്. കാരണം ഓരോ ജീവനും ജീവിതവും വിലപ്പെട്ടതാണ്.